നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗളൂരു ഹുൻസൂരിൽ ഒരു കുടുംബത്തിലെ 4 പേരാണ് ആത്മഹത്യ ചെയ്ത അതിദാരുണമായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നത്. ഒരു യുവാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 പെൺമക്കളുമാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. ഹുൻസൂരിൽ വ്യാപാരിയും റിയൽ എസ്റ്റേറ്റ് ഉടമയുമാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ള ഈ യുവാവ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും 2 പെൺമക്കളെയും ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം സ്വയം ജീവൻ ഒടുക്കുകയായിരുന്നു. ഹുൻസൂർ ന്യൂ മാരുതി ലേഔട്ടിൽ താമസിച്ചിരുന്ന ഹരീഷ് 49 വയസ്സ്, ഭാര്യ നിശ്ചിത 36 വയസ്സ്, മക്കളായ നിക്ഷിത 13 വയസ്സ്, രക്ഷ 6 എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. ഇതിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും വായയും മൂക്കും പാക്കിങ്ങിനായി ഉപയോഗിക്കുന്ന കട്ടിയുള്ള സെല്ലോ ടാപ്പുകൾ ഉപയോഗിച്ച് ഒട്ടിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടത്തിയത്. ഇത്തരത്തിൽ ആ 3 പേരുടെയും ജീവനെടുത്ത ശേഷമാണ് ഹരീഷ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. എന്തിനാണ് ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള ഈ ഒരു പ്രവൃത്തി അതും സ്വന്തം ഭാര്യയോടും 2 പെൺമക്കളോടും ചെയ്തിരിക്കുന്നത്? ചൊവ്വാഴ്ച ഉച്ചയായിട്ടും കുടുംബാംഗങ്ങളെ ആരെയും പുറത്ത് കാണാതിരിക്കുകയും ഹരീഷിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതിരിക്കുകയും ചെയ്തതോടെയാണ് സംഭവം പുറംലോകം അറിയുന്നത്. തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് വീട്ടിലെത്തുകയും സംശയം തോന്നി പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ഹുൻസൂർ ടൗൺ പോലീസ് വീട് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് കിടപ്പുമുറിയിലെ കട്ടിലിൽ അമ്മയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. എന്നാൽ അവരുടെ മൃതദേഹത്തിൽ വായിലും മൂക്കിലും കട്ടിയുള്ള ടേപ്പുകൾ പൂർണ്ണമായി ഒട്ടിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരാൾ ചെയ്തതാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാവും. പിന്നീടാണ് വീട് പരിശോധിച്ചപ്പോൾ മറ്റൊരു മുറിയിൽ ഹരീഷിനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ്. എന്താണ് ഈ കുടുംബം ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തിരിക്കുന്നത്? സാമ്പത്തിക പ്രയാസങ്ങളാണോ അതോ മറ്റെന്തെങ്കിലും തർക്കങ്ങളോ ഈ ദാരുണ സംഭവത്തിന് പിന്നിലെന്ന് ഹുൻസൂർ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു വരികയാണ്. അതിനിടയിൽ അവരുടെ വീട്ടിൽ നിന്ന് ഒരു ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. അതിലെ വാക്കുകൾ ഇതൊക്കെയാണ്: ഞാൻ മുകളിലത്തെ മുറിയിൽ തൂങ്ങി മരിക്കുന്നു. ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ കിടന്ന മുറിയിൽ കണ്ടെത്തിയ ഹരീഷിന്റെ കുറിപ്പിന്റെ തലക്കെട്ടിതായിരുന്നു: ഇതിന് താഴെ എൻ്റെ അവസാന ആഗ്രഹങ്ങൾ എന്ന് എഴുതി തൻ്റെ സ്വത്തുക്കളുടെ വിവരങ്ങളും കടബാധ്യതകളും ആർക്കൊക്കെയാണ് സ്വത്ത് വീതിച്ച് നൽകേണ്ടത് എന്നതിനെ കുറിച്ചും വെച്ചിരുന്നു. മൈസൂരു ജില്ലാ പോലീസ് സൂപ്രണ്ട് മല്ലികാർജുൻ ബാലാധണ്ടി സ്ഥലം സന്ദർശിച്ചു. അതേസമയം തന്നെ സെക്കൻഡ് ഹാൻഡ് വാഹന വിൽപ്പനയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടത്തി വന്നിരുന്ന ഹരീഷ് നാട്ടിൽ സാമ്പത്തികമായി നല്ല നിലയിലായിരുന്നുവെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത്. എന്നാൽ അടുത്തിടെ ഹരീഷിന്റെ 2 സ്വത്തുക്കൾ ബാങ്കുകൾ ജപ്തി ചെയ്തിരുന്നതായി പോലീസ് കണ്ടെത്തി. സാമ്പത്തിക പ്രതിസന്ധിയും കടബാധ്യതകളുമാണോ ആത്മഹത്യയ്ക്ക് കാരണമെന്ന് അന്വേഷിക്കുന്നുണ്ട്. ഹുൻസൂർ ടൗൺ പോലീസ് വിശദമായ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഈ ബന്ധുക്കളുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തും. ഇവരുടെ ഡിജിറ്റൽ തെളിവുകളൊക്കെ തന്നെ ശേഖരിക്കും. ഏതെങ്കിലും തരത്തിൽ മറ്റാരെങ്കിലും ഇവരെ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നോ? ഇത്തരത്തിൽ സ്വന്തം ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തി സ്വയം ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്ത് പ്രശ്നമാണ് ഈ ഹരീഷിനെ അലട്ടിയിരുന്നത് എന്നുള്ളതിനൊക്കെ തന്നെ ഇനി ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഈ കേസിൽ ഏറെ നിർണായകമായിരിക്കും. പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു.